നമസ്കാരം, ഞാൻ ഡോക്ടർ റിൻല മേരി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസിനെ പറ്റിയിട്ടാണ്. സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്, അതായത് ദീർഘകാലം കണ്ടുവരുന്ന ഒരു അസുഖം. ഈ സോറിയാസിസ് ഉള്ള പേഷ്യൻസിൽ ആദ്യം അവരുടെ ശരീരം ഭയങ്കരമായിട്ട് തിക്നെസ് ഉണ്ടാവും, ഇവരുടെ സ്കിന്നൊക്കെ നല്ല കട്ടി വെക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം റെഡ്നെസ് ആയി തുടങ്ങും, അതായത് ആ ഒരു ഏത് ഭാഗത്താണോ എഫക്റ്റ് ആകുന്നത് ആ ഒരു ഭാഗം ചുവന്ന് വരാനായിട്ട് തുടങ്ങും. അതിനുശേഷം ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ്, ചൊറിച്ചിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ അതൊരു വെള്ള കളർ കൊച്ച പോലെ അടർന്നു വരാനായിട്ട് തുടങ്ങും. ഇനി കുറച്ചും കൂടി എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കളും ആ കുരുക്കളുടെ ഉള്ളിൽ ചിലപ്പോൾ ലിക്വിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പഴുപ്പ് പോലെയൊക്കെ വരാനായിട്ട് തുടങ്ങും. സോറിയാസിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലോട്ട് പകരില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചില ഭാഗത്തിനെ ശത്രുവായി കണ്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്നതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സോറിയാസിസ് ഉള്ള പേഷ്യൻസിൽ കൂടുതലായിട്ടും T സെൽസ് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും അതുപോലെ തന്നെ ചുവന്ന് തടിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ട് പകരില്ല. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. പലരുടെയും തെറ്റായ ഒരു ധാരണയാണ് സോറിയാസിസ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുള്ളത്. ഇതൊരിക്കലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. ഇനി സോറിയാസിസ് ഒരു 100% ഇത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ? ഇല്ല, നമുക്കിത് മാറ്റാനായിട്ട് സാധിക്കില്ല. കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. പക്ഷെ നമുക്കിതിനെ കൺട്രോൾ ചെയ്ത് നല്ലൊരു ശതമാനം നമുക്കിത് പഴയ പോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി വരാതെ, അല്ലെങ്കിൽ ഇത് തുടർന്നു പോകാതെ, അല്ലെങ്കിൽ ഒരുപാട് കൂട്ടാതെ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും സാധിക്കും. ഇനി സോറിയാസിസ് എവിടെയൊക്കെയാണ് കണ്ടുവരുന്നത്? നമ്മുടെ ശരീരത്ത് കുറച്ചുകൂടി പ്രായമായ ആൾക്കാരിൽ ആദ്യം വരുന്നത് സ്കാൽപ്പ് ഏരിയയിലാണ്, നമ്മുടെ തലയോട്ടി ഭാഗത്ത്. ഈ തലയോട്ടിയിൽ വരുമ്പോൾ ആദ്യം നമ്മൾ തെറ്റിദ്ധരിക്കും ഇതൊരു ഡാൻഡ്രഫ് ഒക്കെയാണ്, കാരണം ചൊറിച്ചിലുണ്ട്, കുഞ്ഞു കുഞ്ഞു വെള്ള കളർ പൊടികളൊക്കെ കണ്ടുവരും. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ഡാൻഡ്രഫാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലായി മാറും. പിന്നെ പൊട്ടാനായിട്ട് തുടങ്ങും. പിന്നെ കംപ്ലീറ്റ് ഇത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. ആദ്യം ഒരു കുഞ്ഞു പൊട്ട് പോലെയൊക്കെ ആയിരിക്കും ഇത് തുടങ്ങാം. പക്ഷേ അതിനുശേഷം ഇത് സ്കാൽപ്പ് കംപ്ലീറ്റ് എഫക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരാം. അപ്പോൾ ആ ഒരു സമയത്ത് മുടി കൊഴിച്ചിലും ഒക്കെ വരും. അപ്പോൾ കൂടുതലും കുറച്ച് മുതിർന്ന ആൾക്കാരിൽ ഇത് ആദ്യം കണ്ടുവരുന്ന സ്കാൽപ്പിലാണ്. സ്കാൽപ്പിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മുടെ ജോയിൻസ്, നമ്മുടെ കൈമുട്ടായിരിക്കാം, കാൽമുട്ട്, അങ്ങനെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും കണ്ടുവരാം. പിന്നെ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് നെയിൽസ്, നമ്മുടെ നഖങ്ങളിൽ കണ്ടുവരുമ്പോൾ നഖം വളരെയധികം കട്ടി വെക്കുകയും ഈ ഒരു കട്ടി വെക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ ചൊറിച്ചിൽ, അതിൻ്റെ സൈഡിലൊക്കെ നല്ലപോലെ ചൊറിച്ചിലാവുകയും ചെയ്യും. ചിലവരിൽ ഈ നഖം തന്നെ ഇങ്ങനെ അടർന്ന് വരുന്ന പോലെയൊക്കെ തോന്നും, ഇങ്ങനെ വിട്ട് വരിക, ഈ ഒരു നെയിൽ ബഡിൻ്റെ അവിടെ നിന്ന് വിട്ട് വരുന്ന പോലെയൊക്കെ ആയിട്ടാണ് കണ്ടുവരുന്നത്. ഇനി അടുത്തതായിട്ട് സോറിയാസിസ് ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വളരെയധികം കൂട്ടുന്നത് അല്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മുടെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു അസുഖത്തിന് വളരെയധികം കൂട്ടാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക. വേറൊരു കാര്യമാണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. നമുക്ക് കറക്റ്റായിട്ടുള്ള ഉറക്കമോ അല്ലെങ്കിൽ എക്സസൈസോ ഒന്നുമില്ലാത്ത ആൾക്കാരിലൊക്കെ ഇത് വളരെയധികം പെട്ടെന്ന് കൂടാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഒരുപാട് ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഓയിൽ, ഡീപ്പ് ഫ്രൈ ചെയ്ത ഫുഡ്, ഇതൊക്കെ ശരീരത്തിന് വളരെ കേടുമാണ്. ഈ സോറിയാസിസ് പോലത്തെ അസുഖത്തിനെ വളരെയധികം കൂട്ടാനായിട്ട് ചെറിയ സമയം കൊണ്ട് കൂട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെൻ്റൽ സ്ട്രെസ്സുകളാണ്. ഇപ്പോൾ ജോലിപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യും. ഇനി മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും സോറിയാസിസിനെ എഫക്റ്റ് ചെയ്യും. അതിന് എക്സാമ്പിളാണ് ബ്ലഡ് പ്രഷർ, നമ്മുടെ ഡയബറ്റീസ് മെലൈറ്റിസ്, കൊളസ്ട്രോൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോറിയാസിസിന് അത് ട്രിഗറിങ് ഫാക്ടേഴ്സാണ്. നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് ആണെങ്കിലും ചിലത് സോറിയാസിസിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്, അത് അഗ്രവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് സോറിയാസിസ് ഉണ്ടെന്നുള്ളതാണ്. ഒന്ന് സോറിയാസിസ് ആർത്രൈറ്റിസ്. നമുക്ക് പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ജോയിൻസിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ സോറിയാസിസ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് ജോയിൻറ്റ് പെയിൻ ഭയങ്കരമായിട്ട് കണ്ടുവരുന്നുണ്ട്. അവർക്ക് ജോയിൻസിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അവർ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവർക്ക് ആ ഒരു ജോയിൻറ്റിൽ പെയിൻ ഉണ്ടാവുക.
ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പസ്റ്റുലാർ സോറിയാസിസ്. ഈ പസ്റ്റുലാർ സോറിയാസിസിലാണ് കുഞ്ഞ് ചെറിയൊരു കുരു പോലെ ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ പഴുപ്പുണ്ടാവും, വെള്ള കളറ് പഴുപ്പ്. അപ്പോൾ നമ്മൾ ഈ ചൊറിയുമ്പോൾ അത് പൊട്ടി അതിൽ നിന്ന് ദ്രാവകമൊക്കെ പുറത്തു വരിക, ആ ഒരു കണ്ടീഷനാണ് പസ്റ്റുലാർ സോറിയാസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എരിത്രോഡെർമിക് സോറിയാസിസ്. ഇതെന്ന് പറയുന്നത് ശരീരം മുഴുവൻ ചുവന്ന് ചൊറിച്ചിലും ഉണ്ടാകും, അതുപോലെ തന്നെ ഇതിങ്ങനെ ചൊറിയുമ്പോൾ അടർന്നു വരാനായിട്ട് തുടങ്ങും. തൊലി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടർന്നു വരിക. ഇതിനെയാണ് എരിത്രോഡെർമാറ്റിക് സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ട്രിഗറിങ് ഫാക്ടേഴ്സിൽ ഒന്നാണ് നമ്മുടെ ലൈഫ് സ്റ്റൈല്, എക്സസൈസ് ഇല്ലാത്തതും ഫുഡും. അപ്പോൾ ഫുഡ് നമുക്ക് ഏതൊക്കെ ഒഴിവാക്കേണ്ട മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ജങ്ക് ഫുഡാണ്. അതുപോലെ തന്നെ ഒരുപാട് ഓയിൽ അടങ്ങിയ ഫുഡ്, നമ്മൾ പാക്കറ്റിൽ മേടിക്കുന്ന ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഇത് പെട്ടെന്ന് കൂടാനായിട്ട് സഹായിക്കും. പിന്നെ റെഡ് മീറ്റിന് എക്സാമ്പിളാണ് ബീഫ്, മട്ടൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡ് മീറ്റിലാണ് വരിക. ഈ റെഡ് മീറ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും. പിന്നെ ഒഴിവാക്കേണ്ട കാര്യമാണ് പാല്. ഈ പാലും ഇതിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. പിന്നെ ഫ്രൈഡ് ആയിട്ടുള്ളത്, ഈ ഒരു ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ഒരുപാട് സ്വീറ്റ്സ്, ബേക്കറി ഫുഡ്, ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ഏതൊക്കെ ഭക്ഷണമാണ് സോറിയാസിസ് ഉള്ള പേഷ്യൻസ് കഴിക്കേണ്ടത്. അതിന് ആദ്യം തന്നെ ഇലവർഗ്ഗങ്ങൾ, നമ്മുടെ ചീരലയാവാം, മുരിങ്ങയിലയാവാം, തഴുതാമ, ഇതുപോലത്തെ ഭക്ഷണങ്ങളൊക്കെ ധാരാളം നമ്മൾ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒമേഗ-3 അടങ്ങിയിരിക്കുന്നത് ഭക്ഷണങ്ങൾ. ഒമേഗ-3 എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ഫാറ്റി ഫിഷ് അങ്ങനത്തെ ഇതിലാണ് കണ്ടുവരുന്നത്. ഇനി ഫ്ലാക്സ് സീഡ് നല്ലൊരു ഒമേഗ-3ക്കുള്ള ഒരു ഫുഡാണ്. അപ്പോൾ ഒമേഗ-3 അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. പിന്നെ മെയിനായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതെല്ലാം നമുക്ക് കഴിക്കാം. ഇഞ്ചി, ഇതെല്ലാം സോറിയാസിസിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ്. അപ്പോൾ നമുക്ക് സോറിയാസിസിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതെങ്ങനെ തടയാനായിട്ട് പറ്റും. മെയിനായിട്ട് സോറിയാസിസ് വരുന്ന പേഷ്യൻസിൽ ഡ്രൈ സ്കിൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ സോറിയാസിസ് ഉള്ള പേഷ്യൻസ് മോയ്സ്ചറൈസർ നല്ലപോലെ യൂസ് ചെയ്യുക. അത് നമ്മുടെ സ്കിന്നിനെ ആ ഒരു ഡ്രൈനെസ് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പൊതുവേ ഡ്രൈനെസ് മാറിയാൽ തന്നെ സോറിയാസിസ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മോയ്സ്ചറൈസർ ഡെയിലി എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സൺ എക്സ്പോഷർ സോറിയാസിസിന് അത്ര നല്ലതല്ല. ഇനി അഥവാ പുറത്തിറങ്ങുകയാണെങ്കിൽ തന്നെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈജീൻ നമ്മൾ നല്ലപോലെ നോക്കിയിരിക്കണം. സോറിയാസിസ് ഉള്ള പേഷ്യൻസ് നല്ലപോലെ ഹൈജീൻ കാര്യങ്ങൾ നോക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെർബൽ മെഡിക്കേഷൻസ് ഇതിന് അവൈലബിൾ ആണ്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കണ്ട് നമ്മളത് സ്വയമായിട്ട് എടുക്കരുത്. അതിനെ പറ്റിയ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് നിങ്ങളുടെ കണ്ടീഷനുകളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ സ്കിന്നും അല്ലെങ്കിൽ ബാക്കിയുള്ള അസുഖങ്ങളും നിങ്ങൾ ഏതൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ടെന്നും അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക് തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ സോറിയാസിസ് ഉള്ള പേഷ്യൻസ് ഒരിക്കലും സെൽഫായിട്ട് മെഡിസിൻസ് യൂസ് ചെയ്യരുത്. നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക, അതിനനുസരിച്ചുള്ള ഹെർബൽ പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിലൂടെ എന്താണ് സോറിയാസിസ്, എങ്ങനെയാണ് വരുന്നത്, എന്തൊക്കെയാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഞാൻ പിന്നൊരു ദിവസം വരാം. ദിസ് ഇസ് ഡോക്ടർ റിൻല മേരി സൈനിങ് ഓഫ്.